എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. തിരഞ്ഞെടുത്ത 20 ചോദ്യങ്ങളാണ് ഇന്നത്തെ ബൈബിൾ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. നിനവയെക്കുറിച്ചുള്ള പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? ഉത്തരം നഹൂം. നഹൂം 1-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2. ആദിജാതനായിരുന്നിട്ടും ആ അനുഗ്രഹം ലഭിക്കാതെ പോയ 2 വ്യക്തികൾ ആരെല്ലാം? ഉത്തരം ഏശാവ്, മനശ്ശെ. ഉൽപ്പത്തി 27-34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, 48-17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 3. ഏത് കൗശലപ്പണിയും സങ്കല്പിപ്പാൻ ജ്ഞാനവും വിവേകവുമുള്ള പുരുഷൻ ആർ? ഉത്തരം ഹൂരാം ആബി. 2 ദിനവൃത്താന്തം 2-13-14 വാക്യങ്ങൾ. ചോദ്യം 4. ശലോമോൻ യഹോവയുടെ ആലയം പണിത പർവ്വതമേത്? ഉത്തരം മോര്യ പർവ്വതം. 2 ദിനവൃത്താന്തം 3-1. ചോദ്യം 5. പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചതാര്? ഉത്തരം സോർ. സെഖരിയാവ് 9-3 വാക്യം. ചോദ്യം 6. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം ആമോസ്. ആമോസ് 7-14 വാക്യം. ചോദ്യം 7. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്തത് ആരോട്? ഉത്തരം ഏലി പുരോഹിതനോട്. 1 ശമൂവേൽ 2-27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8. എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ച വ്യക്തിയാര്? ഉത്തരം ദെമേത്രിയോസ്. 3 യോഹന്നാൻ 12 വാക്യം. ചോദ്യം 9. യോശുവയുടെ മറ്റൊരു പേരെന്ത്? ഉത്തരം ഹോശേയ. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16 വാക്യം. ചോദ്യം 10. കണ്ണുകൾ നഷ്ടപ്പെട്ട ജീവപര്യന്തം കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്ന രാജാവാര്? ഉത്തരം സിദെക്കിയാവ്. യിരെമ്യാവ് 52-11 വാക്യം. ചോദ്യം 11. അവർ ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു, മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. ആർ? ഉത്തരം ശൗലും യോനാഥാനും. 2 ശമൂവേൽ 1-23. ചോദ്യം 12. മരത്തിൽ തൂക്കിക്കൊല്ലപ്പെട്ട രാജാവാര്? ഉത്തരം ഹായി രാജാവ്. യോശുവ 8-29 വാക്യം. ചോദ്യം 13. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പ്രവചിച്ച പ്രവാചകനാര്? ഉത്തരം മീഖ. മീഖ 5-2 വാക്യം. ചോദ്യം 14. വെള്ള തേച്ച ചുവരേന്ന് പൗലോസ് വിളിച്ചത് ആരെ? ഉത്തരം മഹാപുരോഹിതനായ അനന്യാസിനെ. അപ്പോസ്തല പ്രവൃത്തികൾ 23-2-3 വാക്യങ്ങൾ. ചോദ്യം 15. ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്ന വ്യക്തിയാര്? ഉത്തരം ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ. 1 ദിനവൃത്താന്തം 27-32 വാക്യം. ചോദ്യം 16. ന്യായാധിപനായ അപ്പന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞ മക്കൾ ആര്? ഉത്തരം ശമൂവേൽ പ്രവാചകന്റെ മക്കളായ യോവേലും അബിയാവും. 1 ശമൂവേൽ 8-1-2 വാക്യങ്ങൾ. ചോദ്യം 17. യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയതാര്? ഉത്തരം സെഖരിയാവ്. ലൂക്കോസ് 11-51 വാക്യം. ചോദ്യം 18. ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടികൊണ്ട പള്ളിപ്രമാണിയാര്? ഉത്തരം സോസ്തനേസ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-17 വാക്യം. ചോദ്യം 19. രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്യപ്പെട്ട പുരോഹിതൻ ആര്? ഉത്തരം യഹോയാദ.
2 ദിനവൃത്താന്തം 24:15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 20. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനം എഴുതിയ ചുരുൾ ചുട്ടുകളഞ്ഞ രാജാവാര്? ഉത്തരം യെഹോയാക്കീം. യിരെമ്യാവ് 36:9, 10, 23 വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.